ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം 12-ാം അധ്യായം. അപ്പം നമ്മൾ ഇന്നലെ 9-ാം ശ്ലോകത്തിലാണ് നിർത്തിയതല്ലേ. അപ്പോൾ സംക്ഷേപിച്ച് ഭാഗവതത്തിലെ ഉള്ളടക്കം മുഴുവൻ പറയണതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രകൃതി സ്വരൂപമായിട്ടുള്ള സത്വാദി ഗുണങ്ങളുടെ അന്യോന്യ സമ്മേളനം, പരസ്പരം ചേർന്നിട്ട് ത്രിഗുണങ്ങൾ ചേർന്ന് ഉണ്ടായ സർഗവും പഞ്ചമഹാഭൂതങ്ങളുടെ ഉൽപ്പത്തി വരെയാണ് സർഗം. 7 മഹദാദി തത്വങ്ങളെയും വികാരങ്ങളെയും അതിൽ നിന്ന് ബ്രഹ്മാണ്ഡം ഉത്ഭവിച്ചതിനെയും, അപ്പോൾ ആ ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉത്ഭവം വരെ ഉണ്ട് കേട്ടോ. ബ്രഹ്മദേവൻ്റെ ജന്മത്തിന് ശേഷമാണ് വിസർഗം വരിക. അപ്പോൾ മഹദാദി തത്വങ്ങളിൽ നിന്നും ബ്രഹ്മാണ്ഡം ഉത്ഭവിച്ചതും ബ്രഹ്മാണ്ഡത്തിൽ നിന്ന് വിരാൾ പുരുഷൻ അവതരിച്ചതും ഒക്കെ പറ്റിയുള്ള വിതര ചോദ്യവും മൈത്രേയമുനിയുടെ ഉത്തരവും ഒക്കെ നമ്മൾ പഠിച്ചു. കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേ അംഭോധേർ ഹിരണ്യാക്ഷവധോ യഥാ. കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവേ ഉദ്ധരണേ അംഭോധേർ ഹിരണ്യാക്ഷവധോ യഥ. സ്ഥൂല സൂക്ഷ്മ സ്വരൂപമുള്ള കാലത്തിൻ്റെ സ്വരൂപം നമ്മൾ പഠിച്ചു. ബ്രഹ്മാണ്ഡാത്മകമായിട്ടുള്ള ബ്രഹ്മാണ്ഡാവണ താൽമരയുടെ ഉൽപ്പത്തി പഠിച്ചു. സമുദ്രത്തിൽ നിന്ന് ഭൂമിയുടെ ഉദ്ധാരണം അല്ലേ. ഭഗവാൻ കൂർമ്മല്ലോ വരാഹാവതാരം എടുത്തിട്ട് ആ സമയത്ത് ഭഗവാൻ ചെയ്ത ഹിരണ്യാക്ഷവധം അല്ലേ. ഊർധ്വതിര്യക് അവാക്സർഭൂരുദ്രസർഗ തഥൈവ ച അർദ്ധനാരീ നരസ്യാധായത സ്വയംഭൂ. മനു ആകാശത്തിലും ഭൂമിയിൽ അല്ലേ വിലങ്ങനെ സഞ്ചരിക്കുന്ന ജീവികളുടെ, ആകാശത്തിലും ഭൂമിയിലും ഇങ്ങനെ വിലങ്ങനെയും സഞ്ചരിക്കുന്ന ജീവികളുടെ ഉൽപ്പത്തി, ആകാശത്തിലും ഭൂമിയിലും വിലങ്ങത്തിലും സഞ്ചരിക്കുന്ന ജീവികളുടെ ഉൽപ്പത്തി, ഭഗവാൻ രുദ്രൻ്റെ സൃഷ്ടി, അർദ്ധാംശം കൊണ്ട് പുരുഷനും അർദ്ധാംശം കൊണ്ടും സ്ത്രീയായിട്ട് ഭവിച്ച ബ്രഹ്മദേവനീന്ന് സ്വയംഭുവൻ എന്നുള്ള മനുവിൻ്റെ ഉൽപ്പത്തി. അപ്പോൾ ബ്രഹ്മദേവൻ സ്വന്തം ശരീരം പകുതി സ്വയംഭൂവമനുവും പകുതി ശതരൂപയായിട്ട് പകുത്തു. അങ്ങനെയാണ് മനുവിൻ്റെ ഉൽപ്പത്തി. ശതരൂപാചയാ സ്ത്രീണാമധ്യാ പ്രകൃതിരുത്തമാ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതി. സ്ത്രീകളുടെ ഉത്തമ മാതൃകയായി ഭവിച്ച പ്രകൃതി ദേവിയുടെ മൂലപ്രകൃതിയുടെ അവതാരമായിട്ടുള്ള ശതരൂപയുടെ ഉൽപ്പത്തി പഠിച്ചു. സ്വയംഭൂമനുവിൻ്റെ ഒപ്പം പിന്നെ ധർമ്മപത്നികളുടെ സന്താന സമുദ്ഭവം, കർദമ പ്രജാപതിയുടെ ജനനം. അപ്പോൾ മനുവിൻ്റെ മക്കളുടെയൊക്കെ ഉത്ഭവം, പിന്നെ കർദമ പ്രജാപതിയുടെ ജനനമൊക്കെ പഠിച്ചു. അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമത. മഹാത്മാവായിട്ടുള്ള കപില ഭഗവാന്റെ അവതാരം പഠിച്ചു നമ്മൾ. അതിബുദ്ധിമാനാവണ കപില ഭഗവാനാവണ മോനോടുകൂടി ദേവഹൂതിയായിട്ടുള്ള അമ്മ ചെയ്ത സംവാദം, ഈ സംഗതികൾ തൃതീയ സ്കന്ധത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. നവബ്രഹ്മ സമുൽപത്തിർദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാത് പൃഥൂ പ്രാചീനബർഹിഷാ. നാരദസ്യ ച സംവാദ തദാ പയ്യവ്രതം വിജാ നാഭേതദു അനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച. മരീചി മുതലായ 9 പ്രജാപതികളുടെ ഉൽപ്പത്തി, ദക്ഷയജ്ഞധ്വംസനം, ധ്രുവചരിതം, പൃഥുചരിതം, പ്രാചീനബർഹിഷസും നാരദമുനിയും തമ്മിലുണ്ടായ സംവാദം, ഈ സംഗതികൾ 4-ാമത്തെ സ്കന്ധത്തിൽ അടങ്ങിയേക്കുന്നു. എൻ്റെ ഋഷിമാരെ, ദ്വിജന്മാരെ, പിന്നെ പ്രിയവ്രതൻ്റെ ചരിതമുണ്ട്. അതിന് ശേഷം നാഭിയുടെയും ഋഷഭദേവൻ്റെയും ജഡഭരതൻ്റെയും ചരിതമുണ്ട്. തദൂ ദ്വീപസമുദ്രാദ്രി വർഷനദ്യൂപവർണ്ണനം
ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരക സ്ഥിതി. അതിനുശേഷം ദ്വീപങ്ങളുടെയും സമുദ്രങ്ങളുടെയും പർവ്വതങ്ങളുടെയും ഭാരതാദി വർഷങ്ങളുടെയും ഗംഗാദി നദികളുടെയും ഒക്കെ അവരുടെ സ്ഥിതി, അവരുടെ വിവരണം. ജ്യോതിശ്ചക്രവർണ്ണനം, പാതാള അതി ലോകങ്ങളായിട്ടുള്ള നരകാദി ഭേദങ്ങളെ നിരൂപണം, ഇതൊക്കെ പഞ്ചമസ്കന്ധത്തിലെ വിഷയമാണ്. ദ്വീപവർഷ സമുദ്രാണാം ഗിരിനദ്യൂപവർണ്ണനം എന്നാണ് പാഠഭേദം. ദക്ഷജന്മ പ്രജേതുഭ്യതത്പുത്രീണാം ച സന്തതി യതോ ദേവാസുരനരഃ തിര്യങ്നഗ ഘാതയ. പ്രജേതസ്കളിൽ നിന്ന് ഉത്ഭവിച്ച ദക്ഷൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രിമാരുടെയും സന്താനം മക്കളുടെ ചരിതം. അവരിൽ നിന്നാണ് ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, തിര്യക്കുകൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ ഇതൊക്കെ ഉണ്ടായി എന്നുള്ള വർണ്ണനം. ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയൂച ദ്വിതേർദ്വിജഃ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന. വൃത്രാസുരൻ്റെ ഉൽപ്പത്തി മരണവും ഈ വിഷയങ്ങൾ 6ാമത്തെ സ്കന്ധത്തിൽ അടങ്ങിയിരിക്കുന്നു. ദിതിയുടെ പുത്രന്മാരായിട്ടുള്ള ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ചരിതം, മഹാത്മാവായിട്ടുള്ള പ്രഹ്ലാദൻ്റെ ചരിതം നരസിംഹാവതാരത്തോടുകൂടി. ഇതാണ് 7ാം സ്കന്ധത്തിലെ വർണ്ണന വിഷയങ്ങളെ. മന്വന്തരാനുചരിതം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണുർഹയശിരാദയ. പിന്നെ മന്വന്തരവർണ്ണനം, ഗജേന്ദ്രമോക്ഷം, മന്വന്തരങ്ങളിലുണ്ടാവുന്ന ഭഗവത് അവതാരങ്ങൾ, ഭഗവാൻ വിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ ഹയഗ്രീവാവതാരം, ഇതൊക്കെ 8ാം സ്കന്ധത്തിൽ പ്രതിപാദിച്ചേക്കുന്ന വിഷയങ്ങളാണ്. കൗർമ്മം ധന്വന്തരം മാത്സ്യം വാമനം ച ജഗൽപതി ക്ഷീരോദമധനം തദ്വത് അമൃതാർത്ഥേ ദിവൗകസാം. ഭഗവാൻ സ്വീകരിച്ച കൂർമാവതാരം, മത്സ്യാവതാരം, ധന്വന്തരി അവതാരം, വാമനാവതാരം, ദേവന്മാർക്ക് അമൃതലാഭത്തിനായിട്ട് പാൽക്കടൽ കടഞ്ഞ ചരിതം, ഇതൊക്കെ 8മസ്കന്ധ വിഷയങ്ങളാണ്. ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മ തത്വംശ സുദ്യുമ്നസ്യ മഹാത്മനാം. ഇളോപാഖ്യാനമത്രോക്തം ധാരോപാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശാദാദ്യാ നൃഗാദയാ. ദേവന്മാർക്കും അസുരന്മാർക്കും തമ്മിലുണ്ടായ യുദ്ധം, ഇതും 8മസ്കന്ധ വിഷയമാണ്. ഇനി പറയുന്നത് 9മസ്കന്ധത്തിലെ കാര്യമാണ്. രാജവംശങ്ങളെക്കുറിച്ചുള്ള വർണ്ണനം. ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ ജനനം, ആ വംശത്തിൽ ജനിച്ചു ഒരു മഹാത്മാവായിട്ടുള്ള സുദ്യുമ്നൻ ഇളാന്ന് പേരായ സ്ത്രീയായിട്ട് ഭവിച്ച ചരിതം. താരയുടെ കഥ, സൂര്യവംശ ഉൽപ്പത്തി, ശശാദൻ നൃഗൻ തുടങ്ങിയവരുടെയൊക്കെ കഥ. സൗകന്യം ചാധ ശര്യാദേ കകുസ്ഥസ്യ ച ധീമത ഘട്വാംഗസ്യ ച മാന്ധാതു സൗഭരേ സഗരസ്യ ച. രാമസ്യ കൗസലേന്ദ്രസ്യ ചരിതം കിൽബിഷാവഹം നിമേർ അംഗപരിത്യാഗൂ ജനഗാനാം ച സംഭവ. ശര്യാദിരാജാവിൻ്റെയും രാജാവിൻ്റെ മകളായിട്ടുള്ള സുകന്യയുടെയും കഥ. ബുദ്ധിമാനായിട്ടുള്ള ഘട്വാംഗൻ്റെയും മാന്ധാതാവ് സൗഭരി സഗരൻ ഇവരുടെയൊക്കെ ചരിത്രം. അയോധ്യാപതിയായിരുന്ന ശ്രീരാമേന്ദ്രസ്വാമികളുടെ പാപാവഹമായിട്ടുള്ള ചരിതം. നിമിയുടെ ശരീരപരിത്യാഗം. ജനകന്മാരെന്ന് പേരായ മിഥില രാജാക്കന്മാരുടെ ചരിതം. രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യയാതേർ നഹുഷസ്യ ച. ഭൃഗുവംശത്തിൽ ഭഗവാൻ പരശുരാമൻ ജനിച്ച് ഭൂമിയിലുണ്ടായിരുന്ന ദുഷ്ടക്ഷത്രിയ വംശത്തെ നശിപ്പിച്ച കഥ. ചന്ദ്രവംശജാതനായിട്ടുള്ള പൂർവസ്, യയാതി, നഹുഷൻ ഇവരുടെയൊക്കെ ചരിതം. ദൗഷ്യം ധീർ ഭരതസ്യാപി ശന്തനു തത്സുതസ്യ ച യയാതേർ ജ്യേഷ്ഠപുത്രസ്യ യദൂർവംശാനു കീർത്തിതാ. ദുഷ്യന്തപുത്രനായിട്ടുള്ള ഭരതൻ, ശന്തനു, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ഭീഷ്മർ, യയാതിയുടെ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള യദു ഇവരുടെയും
യദുവംശക്കാരെയും വംശത്തിൽ ജനിച്ചവരെയും ചരിതം പറയപ്പെട്ടേക്കുന്നു. അപ്പോൾ ഈ വിവരിച്ച എല്ലാ കഥകളും നവമസ്കന്ധത്തിലാണ് അടങ്ങിയേക്കണത്. എത്രാവതീർണു ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവഗൃഹേ ജന്മ തദുവൃദ്ധിശ്ച ഗോകുലേ. യദുകുലത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നുള്ള തിരുനാമം വഹിച്ചുകൊണ്ട് ജഗദീശ്വരൻ അവതരിച്ചു അല്ലേ. വസുദേവൻ്റെ ഗൃഹത്തിൽ ഭഗവത് അവതാരം, ഗോകുലത്തിൽ ഭഗവാൻ വളർന്നു. തത്ര തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദ്വിഷാ പൂതനാസുപയ പാനം ചകടോച്ചാടനം. ശിശുവസരന്മാരെ സംഹരിക്കാൻ അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ അനവധി കഥകൾ ദശമത്തിൽ വർണ്ണിച്ചേക്കുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, ശിശുവായിരിക്കുമ്പോൾ തന്നെ പൂതനയുടെ പ്രാണവായുവിനോടുകൂടി മുലപ്പാൽ വലിച്ചെടുത്ത് പൂതനെ സംഹരിച്ച കഥ, ശകടാസുരനെ വധിച്ചതൊക്കെ. തൃണാവർത്തസ്യ നിഷ്പേഷ തഥൈവ ഭഗവത്സയൂധേനുഗസ്യ സഹ ഭ്രാതൂ പ്രലംബസ്യ ച സംക്ഷയ. തൃണാവർത്തൻ, ഭഗൻ, വത്സാസുരൻ, ധേനുകൻ, പ്രലംബൻ ഇവരെല്ലാം ഏട്ടനായിട്ടുള്ള ഭക്തരോടുകൂടി ഭഗവാൻ വധിച്ച കഥകൾ. ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പതാഃ ദമനം കാളിയസ്യാഹേർ മഹാഹേർ നന്ദമോക്ഷണം. 4 ഭാഗത്തുനിന്നും ഒരുമിച്ച് വ്യാപിച്ചു വന്ന കാട്ടുതീന്ന് ഗോപന്മാരെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ രക്ഷിച്ച കഥ. കാളിയൻ്റെ മതം അപഹരിക്കൽ, മതമൊക്കെ അഹങ്കാരം തീർക്കൽ. മലമ്പാമ്പിന്ന് നന്ദഗോപരെ രക്ഷിച്ചത്. വ്രതചര്യാ തു കന്യാനാം യത്ര തുഷ്ടു അച്യുതോ വ്രതൈ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം അനുതാപനം. ഗോപകന്യമാരുടെ വ്രതാചരണം, വ്രതങ്ങൾ നിമിത്തം ഭഗവാൻ അവരോട് പ്രകാശിപ്പിച്ച ആ പ്രസാദം ധർമ്മപത്നിമാരുടെ നേരെ ഭഗവാനുണ്ടായ അനുഗ്രഹബുദ്ധി, ബ്രാഹ്മണരുടെ ഭാര്യമാർ അതറിഞ്ഞപ്പോൾ കർമ്മഠന്മാരായിട്ടുള്ള ബ്രാഹ്മണർക്കുണ്ടായ പശ്ചാത്താപം. ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭിർയഥാ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭി ക്രീഡാചരാത്രിഷു. ഗോവർദ്ധനപർവ്വത്തെ കൊടയായിട്ട് ഭഗവാൻ ഉയർത്തിപ്പിടിച്ചത്. ഇന്ദ്രനും കാമധേനുവും ഭഗവാന് ശ്രീകൃഷ്ണനെ ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്ത് ഗോപസ്ത്രീകളോട് ചേർന്ന് രാത്രിയിൽ ഭഗവാൻ നടത്തിയ രാസക്രീഡ. ശംഖചൂഢസ്യ ദുർബുദ്ധേർ വധോ അരിഷ്ടസ്യ കേശിനഃ ക്രൂരാഗമനം പശ്ചാത് പ്രസ്ഥാനം. രാമകൃഷ്ണയോ ദുർബുദ്ധിയായിട്ടുള്ള ശംഖചൂടൻ, അരിഷ്ടൻ, കേശി ഇവരെയൊക്കെ വധിച്ച കഥ. അതിനുശേഷം അനന്തരം അക്രൂരൻ ഗോകുലത്തിൽ വന്നത്. ബലഭദ്രരും കൃഷ്ണനും മധുരയിലേക്ക് പുറപ്പെട്ടു പോയത്. വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തഥാ ഗജമുഷ്ടിക ചാണൂര കംസാദീനാം ചയു വധ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വേർപാട് മൂലേ വ്രജസുന്ദരിമാർക്കുണ്ടായ ദുഃഖം. ശ്രീകൃഷ്ണ ബലരാമാദികൾ മധുരാപട്ടണത്തിൽ പ്രവേശിച്ച പട്ടണം സന്ദർശിച്ചത്. കുവലയപീഠം എന്ന് പറഞ്ഞായിട്ടുള്ള ഗജം, മുഷ്ടികൻ, ചാണൂരൻ, കംസൻ ഇവരെ ക്രമത്തിൽ ഭഗവാൻ സംഹരിച്ച കഥ. മൃതസ്യ നയനം സൂനോ പുനഃ സാന്ദീപനിർ ഗുരു മധുരായാം നിവസതാ യദൂചക്രസ്യ യത്പ്രിയം കൃതമുദ്ധവരാമാഭ്യാം യുതേന ഹരിണ ദ്വിജാ ജരാസന്ധ സമാനീത സൈന്യസ്യ ബഹുശോ വധ. ഗുരുവായിട്ടുള്ള സാന്ദീപനിയുടെ മരിച്ച പുത്രനെ കൊണ്ടുവന്ന് കൊടുത്തത് ഉദ്ധവരോടും ബലഭദ്രരും കൂടെ മധുരയിൽ വസിക്കുമ്പോൾ യദുക്കളുടെ ഇഷ്ടമൊക്കെ ചെയ്തു കൊടുത്തത്. ജരാസന്ധം ശേഖരിച്ചു കൊണ്ടുവന്ന സൈന്യങ്ങളെ അനവധി വട്ടം ഭഗവാൻ സംഹരിച്ചത്. ഘാതനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാ നിവേശനം മാതാനം പരിപാരിജാതസ്യ സുധർമായ സുരാലയാത്. മുചുകുന്ദ മഹാരാജാവിനെ കൊണ്ട് യവനെ വധിപ്പിച്ചത്. യദുക്കളെ ദ്വാരകയിൽ പ്രവേശിപ്പിച്ചിരുത്തി സംരക്ഷിച്ചത്. ദേവലോകത്തുനിന്ന് സുധർമ്മ എന്ന് പേരായ സഭയും പരിജ എന്ന് പറഞ്ഞ വൃക്ഷവും ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന്. രുക്മിണ്യാഹരണം യുദ്ധേ പ്രമധ്യ ദ്വിഷതു ഹരിശേ ഹരസ്യ ജൃംഭണം യുദ്ധേ ബാണസ്യ ഭുജ
കൃന്ദനം ശത്രുക്കളെ നശിപ്പിച്ച് രുക്മിണിയെ കൊണ്ടുവന്ന് ബാണയുദ്ധത്തിൽ ഭഗവാൻ ശ്രീ ശിവനെ ജയിച്ച് ബാണൻ്റെ കൈകൾ മുറിച്ചു കളഞ്ഞു. പ്രാജ്യോതിഷപദീം ഹത്വാ കന്യാനാം ഹരണം ചയത് ചൈത്യപൗണ്ഡ്രകശാൽവാനാം തന്തവക്ത്രസ്യ ദുർമദേ ശംബരോതി ദ്വിവിധ പീഠോ മുര പഞ്ചജനാദയാ മഹാത്മ്യം ച വധസ്തേഷാം വാരണസ്യാച്ച. ദാഹനം പ്രാജ്യോതിഷം എന്ന് വരെ രാജ്യത്തിൻ്റെ അധിപനായിട്ടുള്ള നരകാസുരനെ വധിച്ചിട്ട് ബന്ധനത്തിൽ കിടന്നിരുന്ന രാജകന്യമാരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാര്യമാരായിട്ട് സ്വീകരിച്ച കഥ. ശിശുപാലൻ, പൗണ്ഡ്രകൻ, സാത്വൻ, ദുർബുദ്ധിയായിട്ടുള്ള ദന്തവക്ത്രൻ, ശംബരൻ, ദ്വിവിധൻ, പീഠൻ, മുരൻ, പഞ്ചജനൻ ഇവരുടെയൊക്കെ പരാക്രമവർണ്ണനം. കാശീപുരിയുടെ ദഹനം ഇതൊക്കെ ദശമസ്കന്ധത്തിലാണ് വർണ്ണിച്ചേക്കണേ. ഭാരാവതരണം ഭൂമേർ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപദേശേന സംഹാര സ്വകുലസ്യ ച. പാണ്ഡവരെ മൂലാക്കിയിട്ട് നിമിത്താക്കിയിട്ട് ഭൂമിക്ക് ഭാരമായിരുന്ന ദുഷ്ടരാജാക്കന്മാരെ വധിച്ച കഥ ദശമത്തിൽ ഇത്രത്തോളം കഥകളടങ്ങിയിരിക്കുന്നു. ഇനി ഏകാദശ സ്കന്ധത്തിലെ കഥ പറയുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വന്തം വംശത്തെ യദുവംശത്തെ ബ്രാഹ്മണ ശാപം എന്നുള്ള വ്യാജത്താൽ സംഹരിച്ച കഥ. യാദവവംശനാശത്തിന് ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് പ്രധാന കാരണം. ബ്രാഹ്മണ ശാപം എന്നുള്ളത് വെറും പേര് മാത്രമേ ഉള്ളൂ. ഉദ്ധവസ്യ ച സംവാദോ വസുദേവസ്യാത്ഭുത യത്രാത്മവിദ്യാഖില പ്രോക്താഹ ധർമ്മവിനിർണയ. ഉദ്ധവരും ഭഗവാൻ വാസുദേവരും തമ്മിൽ ഉണ്ടായ അത്ഭുതകരമായിട്ടുള്ള സംഭാഷണം, അതിൽ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരവും വർണ്ണാശ്രമ ധർമ്മസ്വരൂപവും നിർണയിക്കപ്പെട്ടേക്കുന്നു. തദൂ മർത്യപരിത്യാഗ ആത്മയോഗാനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലോ നൃണാം ഉപപ്ലവാ. ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യ ശരീരം ആത്മയോഗാഭ്യാസത്താൽ പരിത്യജിച്ചു എന്നുള്ള സംഗതികൾ ഏകാദശ സ്കന്ധത്തിൽ അടങ്ങിയേക്കുന്നു. ഇനി ദ്വാദശ സ്കന്ധ വിഷയമാണ് യുഗങ്ങളുടെ ലക്ഷണം, അതനുസരിച്ചുള്ള ജനങ്ങളുടെ വ്യാപാരം. ഈ ഓരോ യുഗത്തിലും ജനങ്ങൾ ബിഹേവിയർ വ്യത്യസ്താനുസാരം കലിയുഗത്തിൽ ജനങ്ങൾക്കുണ്ടാവണ നാശം ചതുർവിധശ്ച പ്രളയ ഉൽപ്പത്തി ത്രിവിധ തഥാ ദേഹത്യാഗശ്ച രാജർഷീർ വിഷ്ണുരാധസ്യ ധീമത. 4 വിധത്തിലുള്ള പ്രളയം, ആത്യന്തികം, പ്രാകൃതികി, നൈമിത്തികി, നിത്യ. ഈ 3 വിധത്തിലുള്ള പ്രാണികളുടെ ഉൽപ്പത്തി. ധീമാനും ഗർഭത്തിൽ വെച്ച് നശിക്കപ്പെട്ടവനായിട്ടുള്ള അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ദേഹപരിത്യാഗം. ശാഖപ്രണയനം ഋഷിർ മാർക്കണ്ഡേയസ്യ സൽക്കഥ മഹാപൂരുഷവിന്യഹാസ സൂര്യസ്യ ജഗദാത്മനായിതി ചോക്കതം ദ്വിജശ്രേഷ്ഠാം യത്പൃഷ്ടോഹം ഹാസ്മി വാ ലീലാവതാരകർമാണി കീർത്തിദാനീഹ സർവത. വ്യാസമുനിയുടെ വേദം വിഭജിച്ച് മാർക്കണ്ഡേയ മുനിയുടെ സൽക്കഥാവർണ്ണനം. ലോകത്തിലുള്ള സകരുടെയും ആത്മാവായിരിക്കുന്ന സൂര്യൻ്റെ വ്യൂഹവിന്യാസം. ഇത് 12ാം സ്കന്ധത്തിൽ പറഞ്ഞേക്കുന്നു. ബ്രാഹ്മണശ്രേഷ്ഠരെ, നിങ്ങളിവിടെ വെച്ച് യാതൊരു സംഗതികളെ ഞാൻ ചോദിച്ചു. ശ്രീഹരിയുടെ നിങ്ങളിവിടെ ചെയ്യാതെ എന്തൊക്കെ എന്നോട് ചോദിച്ച് ആ ശ്രീഹരിയുടെ ലീലാവതാര കർമ്മങ്ങൾ ഈ ഭാഗവതത്തിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് കീർത്തിക്കപ്പെട്ടേക്കുന്നു. സർവേശാന്നാണ് പാഠഭേദം. ശ്രീഹരേ നമ, ശ്രീഹരേ നമ, ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ.